ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അയർലാൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യായിരുന്നു കേട്ടോ. ഇന്നിവിടെ സെപ്റ്റംബർ 28 സാറ്റർഡേ ആണ്. ഏകദേശം സമയം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്നലെ നൈറ്റ് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പാടെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി തീരുമാനമെടുത്തു. അപ്പോൾ ഒരു 8-9 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുവിധം ഞാൻ ചാടി പിടിച്ച് എൻ്റെ അവിടെ നിന്നുള്ള വണ്ടിയിൽ കയറി ഡബ്ലിൻ സിറ്റി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് മാറി H3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സിനകത്ത് കയറിയിട്ട് വേണം ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ക്ലെയർമൗണ്ട്, ഹൗത്ത് ക്ലിഫ് ഹൗസ്, ഈ ഒരു 2 ഏരിയ ആയിരുന്നു. ഇത് രണ്ടും അടുത്ത് തന്നെയാണ്, ഒരേ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അറൗണ്ട് എൻ്റെ റൂമിൽ നിന്നൊരു 1 hour ഒരു 45 minutes എടുക്കും. 2 ബസ് കയറിയിട്ട് വേണം എനിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആകെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു 17-18 കിലോമീറ്ററുള്ളൂ എൻ്റെ റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക്. പക്ഷേ എന്നിട്ടും എനിക്ക് എടുക്കേണ്ടി വന്നത് അറൗണ്ട് ഒരു 81 സ്റ്റോപ്പ് ബസ് നിർത്തി. നിങ്ങൾക്ക് ഇവിടെ അയർലാൻഡിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഇവിടുത്തെ ബസ്സിൻ്റെ ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഭയങ്കരമായിട്ട് ട്രാഫിക്കൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ ഒരുവിധം ഞാൻ ഡബ്ലിൻ സിറ്റി സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ട് തോന്നിയ ഒരു സ്ഥലം ഡബ്ലിൻ സിറ്റി സെൻറ്റർ തന്നെയാണ്. ബാക്കിയുള്ള ഏരിയയൊക്കെ ഭയങ്കര കാം ആൻഡ് കമ്പോസ്റ്റാണ്. ആരും അങ്ങനെ അധികം പുറത്ത് കാണാറില്ല. അങ്ങനെ ഒരുവിധം ഞാൻ സിറ്റി സെൻറ്ററിലെത്തി ഇറങ്ങി നെക്സ്റ്റ് ബസ് പിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്നൊരു ബ്രിഡ്ജാണിത് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയേ. ഇവിടത്തേക്ക് വെള്ളം അവർ എനിക്ക് തോന്നുന്നു റീസൈക്കിൾ ചെയ്തിട്ട് തന്നെയാണ് അവിടുത്തെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ബസ് ഒരുവിധം പിടിച്ചു. H3 ഹൗത്തിൻ്റെ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഹൗത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ വീടുകളും കുറച്ചുകൂടി ഒരു വില്ലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഷോപ്പും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള ഒരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര ക്ലീനാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വീടിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറൊക്കെ കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പിന്നെ ഞാൻ പോയ ബസ്സിനകത്ത് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു റേഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഓൾമോസ്റ്റ് മലയാളീസ് തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യക്കാരുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ടൂറിസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ആരും അവിടുത്തെ ഒരു റെസിഡൻറ്റ് ആയിട്ടുള്ളവരല്ല. എല്ലാവരും ഈ ഒരു ക്ലെയർമൗണ്ട് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നവർ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ഒരു സീറ്റിനകത്തിരുന്ന് ആ ക്യാമറയിൽ ആ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അയർലാൻഡിൽ ഫസ്റ്റ് ടൈം വന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ക്ലെയർമൗണ്ട് ബീച്ച്. ഒരു വൺ ഡേ കൊണ്ട് തന്നെ നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പോകുന്ന കാഴ്ചകളിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂവും കാഴ്ചകളും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടുത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ആ സെക്കൻഡ് ബസ് കിട്ടാൻ വേണ്ടി കുറച്ച് ലേറ്റായി. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ബസ് എനിക്ക് ജസ്റ്റ് മിസ്സായി. കാരണം ആ ബസ് ഓൾറെഡി ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ബസ് കാത്തു നിന്ന് അടുത്ത ബസ്സിലേക്ക് കയറി. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽസ് അയർലാൻഡ് റിലേറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്തിപ്പെടാനുള്ള വഴികളും, എനിക്ക് വിസ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ വന്നു, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്ത് വരും. സോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. അറൗണ്ട് സിറ്റി സെൻറ്ററിൽ നിന്ന് എനിക്ക് വന്ന ടൈം ഒരു 1 hourൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി മാൻഷൻ പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് തലേ 2 ദിവസവും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മടി പിടിച്ച് കിടക്കായിരുന്നു റൂമിൽ. പുറത്തൊന്നും ഇറങ്ങണ്ട എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്നാണ് ക്ലാസ്മേറ്റ്സ് പറഞ്ഞ് നമുക്കിങ്ങനെ പോവാം. കാരണം ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു PPSും GNIB എല്ലാം പ്രോസസ്സൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു പാർട്ട് ടൈമൊക്കെ അലൈനായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതിനൊന്നും സമയം കിട്ടില്ല. സോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 euro ഉള്ളൂ നമുക്ക് ആകെ എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പോകാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് അങ്ങനെ വരികയായിരുന്നു. സോ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡിസിഷൻ വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി.
അങ്ങനെ ഫൈനലി ഞാനിത് ഹൗത്തിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ. ഞാൻ വന്ന് ആ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോയിനായി. അവർ ഓൾറെഡി എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവരെല്ലാം കണ്ടു. അർഷാദ് ബ്രോ ഉണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്, വിനോദേട്ടനുണ്ട്, ഗ്രീഷ്മയുണ്ട്, പുറകിൽ അഭിനും സൗരഭും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞങ്ങൾ ഏകദേശം ഒരു 2 സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന് ഒരുവിധം നമ്മൾ ആ ഒരു ബീച്ച് സൈഡിലേക്ക് വന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അതിലേറെ നല്ല തണുത്ത കാറ്റൊടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ ജാക്കറ്റ് ഇടാതെയാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഈ ഒരു തണുപ്പ് പറഞ്ഞ് ഞാൻ ജാക്കറ്റ് എടുത്ത് ഇട്ടു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് വലിയ ക്രൗഡ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയതാണ്. ഒരു വീക്കെൻഡ് ആയതോടെ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഇതെല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട്. എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവരുടെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും വിവിധ തരത്തിലുള്ള പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കലും. കാരണം നമ്മുടെ ഒരു ഫസ്റ്റ് 1 ഡേ ട്രിപ്പായിരുന്നു നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, റെസിഡൻസ് പീപ്പിൾ ഉണ്ടായിരുന്നു, കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇനി ലക്ഷ്യം വിനോദേട്ടാ ഒന്നിങ്ങോട്ട് തിരിയാവോ? ഓക്കെ, ഹായ്. അപ്പം ഞാൻ എല്ലാവരോടും ഒരു ഹായ് ഒക്കെ പറയാണ്. എല്ലാവരും അവർ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അർഷാദും അവസാനം ഹായ് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെറുതായിട്ട് അവിടുത്തെ ഒരു ലൊക്കേഷൻ ഹണ്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലിഫ് ഹൗസിൻ്റെ ആ ഏരിയയിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ട്, അവളെയും കൂടെ വെയിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുത്തു നമുക്ക് ആ ക്ലിഫ് ഹൗസ് ലക്ഷ്യമാക്കി നടക്കാമെന്ന്. അതവിടെ എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി ദൂരത്തായിരുന്നു. അറൗണ്ട് ഒരു 2 to 3 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് എന്തായാലും നടക്കണം അങ്ങോട്ടേക്കെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അയർലാൻഡിൻ്റെ ഒരു പ്രത്യേകത, നമുക്കങ്ങനെ ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ നല്ലപോലെ ആ UTIയുടെ ചാൻസ് ഉണ്ട്. കാരണം നമുക്കിവിടെ ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൂടി ഭയങ്കര കുറവായിരിക്കും. സോ എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലിഫ് ഹൗസിൻ്റെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീച്ച് സൈഡിലൂടെയുള്ള ഒരു ഹിൽ സൈഡായിട്ട് വരുന്നൊരു റോഡായിരുന്നു. പക്ഷേ ഇതിന് മേളിൽ കുറേ വീടുകളും ഫാം ഹൗസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സൈഡിലെല്ലാം പോകുമ്പോൾ. പക്ഷേ നമ്മൾ ആ ഹിൽ സൈഡിലേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ചെറിയതായിട്ടൊരു സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് പേരും നമ്മൾ അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളും ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങി നോക്കിയപ്പോൾ ഒത്തിരി പേര് അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇന്ത്യൻസ് ഒന്നുമല്ല കേട്ടോ, അവർ പുറത്തുള്ള വിദേശികളാണ്. അവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കിയൊന്നുമില്ല. കാരണം ഭയങ്കര തണുത്ത വെള്ളമാണ്. ഞാൻ വിചാരിച്ചു അവർക്ക് എങ്ങനെ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങിപ്പോയി ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി വന്നു. ഭയങ്കര തണുത്ത കാറ്റും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെന്ന് എത്തിപ്പെട്ടൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ആ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പെല്ലാം കയറി വീണ്ടും ആ റോഡ് സൈഡിലേക്ക് വന്നു. മുന്നേ നമ്മൾ കൊളുക്കുമലയിലും എൻ്റെ നാട്ടിൽ ശിരുവാണി എല്ലാം കയറിയിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും അങ്ങനെ നടന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. കാണുന്ന അത്ര ഈസിയൊന്നുമല്ല, ഒത്തിരി നടക്കാനുണ്ട്. അറൗണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 to 3 കിലോമീറ്റേഴ്സ് എബോവ് നമ്മൾക്ക് നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. സോ ദേബനും സൗരവും പോകുന്നുണ്ട്. അതിന് മുന്നായിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ പുറകിൽ എൻ്റെ ഫോണും എടുത്ത് പുറകിലുണ്ടായിരുന്നു.
ഇവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാൻഷൻസ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. സോ ദേ ആർ വെരി റിച്ച് ബ്രോ. ഒത്തിരി മാൻഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ. അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഒരു ലൈഫ് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നി. കാരണം അവിടെ നിന്ന് അവർ നേരെ നോക്കുന്നത് ഈ ബീച്ച് സൈഡിലേക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ ഇവിടുത്തെ ബീച്ചസ് ഒന്നും. അത്രയ്ക്ക് തിരമാലയൊന്നുമില്ല. ഇതൊരു അറ്റ്ലാന്റിക് കടലിൻ്റെയൊക്കെ ഒരു സൈഡിലേക്ക് വരുന്ന ഏരിയാസാണ്. സോ അങ്ങനെ നമ്മൾ ആ ഹിൽ സൈഡ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ചിന്തിച്ചു പോയി. കാരണം ഇത്രയും ഒരു പെരിഫറി ഏരിയ ആയിട്ട് പോലും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. റോഡ് സൈഡാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഓരോ കാഴ്ചകളും വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡായി. ഇത്രയും ഒരു ബ്യൂട്ടിനെസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ. പക്ഷേ ഈ ഒരു വീഡിയോ ഒന്നും അല്ല കണ്ടില്ല. പക്ഷേ കണ്ടത് മനോഹരം, കാണാനുള്ള അതിമനോഹരം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെ വന്നത്. പക്ഷേ ശരിക്കും എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തന്നൊരു യാത്രയായിരുന്നു കേട്ടോ. നമ്മളെ ഒരു ടൈമും ആ ഒരു എഫേർട്ടൊന്നും വേസ്റ്റ് ആയില്ല എന്ന് തോന്നി. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതുവരെ ഇത് അയർലാൻഡിലുള്ള ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഒരിക്കലും ഒരു നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം നടന്ന് അതിൻ്റെ ഒരു ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അയർലാൻഡിൻ്റെയും ഒരു ഇതുപോലത്തെ ഷെങ്കൻ കൺട്രീസിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ബെറീസ് ഭയങ്കരമായിട്ട് നമ്മുടെ പോകുന്ന വഴികളിലെല്ലാം കിടക്കുന്നുണ്ട്. ബ്ലാക്ക് ബെറീസും റെഡ് ബെറീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ആ ഒരു കടലിലുള്ള ബോട്ടെല്ലാം പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് സ്പോട്ട് കൂടെയാണ് കേട്ടോ. അങ്ങനെ ഒരു കാൽവരിയോ അങ്ങനെ നമുക്കത് പിടിക്കാൻ പറ്റിയ ഒരു വരികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അറിയാതെ ഇങ്ങനെ തെന്നിപ്പോയാൽ താഴെ കിടക്കും. പക്ഷെ അത്രയും കെയർഫുള്ളായിട്ട് വേണമെങ്കിൽ നമ്മൾ നടന്നു പോകാൻ. ആകെ ഒരു 1-2 പേർക്ക് ജസ്റ്റ് നടന്നു പോകാൻ പറ്റുന്നൊരു വഴിയായിരുന്നു. മീൻസ് ഒരാൾ ക്രോസിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്രയും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു അതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ. വഴി പെട്ടെന്ന് ചെറുതായി. സോ ഇനിയാണ് നമ്മളെ ഫോട്ടോ സെക്ഷൻ. അപ്പോൾ നമ്മളെല്ലാവരും അവരുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ യാത്ര. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാ ഓരോരുത്തരുടെ അവരുടേതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര തണുപ്പ് കേട്ടോ. തണുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അയർലാൻഡ് പൊതുവേ തണുപ്പാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഒരു തണുത്ത കാറ്റൂടെ വീശുന്നുണ്ട് ആ കടലിൽ നിന്നുള്ളത്. അയ്യോ, ജാക്കറ്റില്ലാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പോൾ 8, 7 ആ റേഞ്ചിലൊക്കെ കിടക്കുന്നുള്ളൂ. പക്ഷേ നമുക്കതിനേക്കാളും താഴെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു തണുത്ത കാറ്റൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ ബീച്ചിൻ്റെയൊക്കെ ഒരു സൈഡ് നോക്കണേ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ നടന്ന് പിള്ളേരെല്ലാം കുഴങ്ങി. ഇനി നടക്കണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്കാണ് അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ കൊണ്ടുവന്ന ഫുഡും വെള്ളമൊക്കെ കഴിഞ്ഞു. കാരണം നടന്ന് എല്ലാവരും ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനിയും ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. പക്ഷേ കാഴ്ചകൾ ശരിക്കും വണ്ടർഫുള്ളാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കാണണം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതേ അർഷാദ് ബ്രോ നമ്മളൊക്കെ ഗൈഡ് ചെയ്ത് മുന്നിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പുറകിലായിട്ട് ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ച് പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതായിരുന്നു കേട്ടോ. ഇതാ കാണുന്നതാണ് ക്ലിഫ് ഹൗസ്. പക്ഷേ നമുക്കതുവരെ നടക്കാനുള്ള ഒരു ത്രാണിയില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് തീരുമാനം എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ആ ഒരു എൻഡ് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണ്ടേ. ഇനി ഒത്തിരി നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഞാൻ നോക്കിയപ്പോൾ ഇനി ഒരു 2 കിലോമീറ്റേഴ്സ് അപ്പോൾ നമ്മൾ ഇനിയും നടക്കണം. സോ അതിനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ നിർത്താമെന്ന് തീരുമാനമെടുത്തു. പക്ഷേ എല്ലാവരും അവരുടേതായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഒത്തിരി ഇന്ത്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഒത്തിരി ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് നടക്കുമായിരുന്നു. കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ പറയുമ്പോഴും ഒരു വിഷ്വലും
വിഷ്വലായിട്ടും എത്രത്തോളം നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും ഇത് വിഷ്വലൈസ് ചെയ്യണം. പിന്നെ നേരിട്ട് വന്നത് ശരിക്കും എക്സ്പ്ലോറും ചെയ്യണം. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇപ്പം തന്നെ സമയം ഒരു 6 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങളുടെ ഒരു ഫസ്റ്റ് 1 ഡേ ട്രിപ്പ് ഞങ്ങൾ അവസാനിപ്പിച്ചു. ഭയങ്കര നല്ല മെമ്മറീസായിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഓക്കെ, ബൈ.